പുരാതന ഈജിപ്തിലെ കഥകൾ അത് വെറുമൊരു കഥയല്ല അല്ലേ? അതൊരു വലിയ നിധിവേട്ട പോലെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഹൈറോഗ്ലിഫിക്സ് എന്ന ചിത്രലിപികളിൽ ഒളിപ്പിച്ചുവെച്ച ഒരു വലിയ രഹസ്യം. ഒരു സംസ്കാരത്തിന്റെ ആത്മാവിനെ തന്നെ നിർവചിച്ച ആ കഥകളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് പോയി നോക്കിയാലോ? അപ്പോ നമ്മുടെ ഈ യാത്രയിൽ നമ്മളെ സഹായിക്കാൻ പോകുന്നത് E.A. വാലിസ് ബെഡ്ജിന്റെ ലെജൻഡ്സ് ഓഫ് ദി ഗോഡ്സ് എന്ന ഈ പുസ്തകമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകമാണ് ഒരുപാട് സങ്കീർണമായ ഈജിപ്ഷ്യൻ പുരാണങ്ങളെ ലോകത്തിനു മുന്നിൽ ലളിതമായി എത്തിച്ചത്. ഇതായിരുന്നു ആ താക്കോൽ. പക്ഷേ ഇതത്ര എളുപ്പമുള്ള പണിയായിരുന്നില്ല. ബഡ്ജ് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ പല ഈജിപ്ഷ്യൻ വാക്കുകളുടെയും യഥാർത്ഥ അർത്ഥം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതായത് നമ്മളൊരു പഴയ കീറിപ്പറഞ്ഞ മാപ്പും വെച്ച് ഒരു വലിയ നിധി കണ്ടുപിടിക്കാൻ പോകുന്ന പോലെയുണ്ടല്ലേ? അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. പുരാതന ഇതിഹാസങ്ങളുടെ ചുരുളഴിയുമ്പോൾ ഈ പുസ്തകം എങ്ങനെയാണ് ഈജിപ്ഷ്യൻ ദൈവങ്ങളുടെ ലോകത്തിന് ജീവൻ കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നൂറ്റാണ്ടുകളോളം ആർക്കും വായിക്കാൻ പറ്റാതെ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ആ ചിത്രലിപികളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഈ കഥകളെല്ലാം. ബഡ്ജിന്റെ ഈ പുസ്തകം വന്നതുകൊണ്ടാണ് കുറച്ച് പണ്ഡിതന്മാർക്ക് മാത്രം അറിയാമായിരുന്ന ആ ലോകം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ പറ്റിയത്. ശരി, ഇനി നമുക്ക് നേരെ കഥകളിലേക്ക് കടക്കാം. എല്ലാം എങ്ങനെ തുടങ്ങി, പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈജിപ്തുകാർ അതിനെക്കുറിച്ച് എന്താണ് വിശ്വസിച്ചിരുന്നത് എന്ന് നോക്കാം. എല്ലാറ്റിൻ്റെയും തുടക്കം, അതെ, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. എല്ലാത്തിനു മുൻപ് ശൂന്യതയിൽ ഉണ്ടായിരുന്നത് ഒരേയൊരു ശക്തിയാണ് നെബ് എർച്ചർ. സർവത്തിനും അതീതനായ അധിപൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. രൂപമില്ല, ഭാവമില്ല, പക്ഷേ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു അദൃശ്യശക്തി. അങ്ങനെയൊന്ന്. അപ്പോൾ ആ അദൃശ്യശക്തിക്ക് എപ്പോഴോ സൃഷ്ടിക്കണം എന്നൊരാഗ്രഹം തോന്നി. ആ ഒരു നിമിഷത്തിലാണ് എല്ലാം മാറുന്നത്. ആ ചിന്തയിൽ നിന്ന് നെബ് എർച്ചേർ ഖെബേറ എന്നൊരു രൂപം സ്വീകരിച്ചു. എന്നിട്ട് നൂ എന്നു പേരുള്ള ആദിമ ജലസമുദ്രത്തിൽ നിന്ന് സ്വയം ഉയർന്നുവന്നു. കണ്ടില്ലേ, ഒരു ചിന്ത, ഒരു ആഗ്രഹം. അതിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ കെബേറെ ഒറ്റയ്ക്കായിരുന്നു അല്ലേ? അപ്പോൾ ആദ്യം സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ രണ്ട് ശക്തികളെ സൃഷ്ടിച്ചു. ഷൂ, അതായത് വായു, പിന്നെ ടെഫ്നെറ്റ്, ഈർപ്പം. ഇവർ രണ്ടുപേരും ചേർന്നപ്പോൾ ഭൂമിയും ആകാശവുമുണ്ടായി, കെബും നട്ടും. എന്നിട്ട് ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നുമാണ് നമുക്കേറെ പരിചിതരായ ഓസിറീസ്, ഐസിസ്, സേത്ത് തുടങ്ങിയ ദൈവങ്ങൾ ജനിക്കുന്നത്. കണ്ടില്ലേ, ഒരു ഫാമിലി ട്രീ പോലെ. അപ്പോൾ ദൈവങ്ങളൊക്കെയായി. ഇനി നമ്മളോ, മനുഷ്യരെങ്ങനെയുണ്ടായി? അതിനൊരു വളരെ മനോഹരമായ ഉത്തരമാണ് അവർ പറയുന്നത്. സ്രഷ്ടാവിന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർത്തുള്ളികളിൽ നിന്നാണ് മനുഷ്യരുണ്ടായത്. എന്ത് രസമുള്ളൊരു സങ്കല്പമാണല്ലേ! അതായത് നമ്മൾ ദൈവത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. നമ്മുടെ സങ്കടവും സന്തോഷവുമെല്ലാം ആ സ്രഷ്ടാവിന്റെയും ഭാഗമാണ്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പോവുകയാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ പോവില്ലല്ലോ. ഇനിയാണ് കഥ മാറുന്നത്. സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഒരു വലിയ പ്രശ്നം ഉടലെടുക്കുകയാണ്. മനുഷ്യൻ എതിർത്തു നിന്നപ്പോൾ. അപ്പോൾ എന്തായിരുന്നു പ്രശ്നം? അന്ന് ഭൂമി ഭരിച്ചിരുന്നത് റാ എന്ന ദൈവം കൂടിയ രാജാവാണ്. കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ റായ്ക്ക് പ്രായമായി. അപ്പോൾ മനുഷ്യർ പതിയെ അടക്കം പറയാൻ തുടങ്ങി. രാജാവിന് വയസ്സായി, എല്ലൊക്കെ വെള്ളി പോലെയായി, ദേഹം സ്വർണം പോലെയായി, മുടിയൊക്കെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് സൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കുന്ന സ്വയംഭൂവായ ദൈവം റാ, മറുവശത്താരാ? അദ്ദേഹത്തെ തന്നെ പരിഹസിക്കുന്ന വെറും സാധാരണ മനുഷ്യർ. ആ ഒരു ധൈര്യം! ഇത് കേട്ടപ്പോൾ റായ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. ശിക്ഷ അതിഭീകരമായിരുന്നു. റാ തന്റെ കണ്ണ് എന്ന് വിളിക്കുന്ന സംഹാരരൂപിണിയായ ഹാഥോർ ദേവിയെ ഭൂമിയിലേക്ക് അയച്ചു. പിന്നെ അവിടെ നടന്നത് ഒരു കൂട്ടക്കൊലയായിരുന്നു. ഹാഥോർ മനുഷ്യരെ പർവ്വതങ്ങളിലേക്ക് ഓടിക്കുകയും ആനന്ദത്തോടെ കൊന്നൊടുക്കാനും തുടങ്ങി. പക്ഷേ സംഹാരം അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ റാ തന്നെ പേടിച്ചുപോയി. മനുഷ്യവംശം മുഴുവനായി ഇല്ലാതാവുമല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോ ഹാഥോറിനെ തടയാൻ ഒരു സൂത്രം പ്രയോഗിച്ചു. എന്താണെന്നോ? 7000 വലിയ പാത്രങ്ങളിൽ ബിയർ നിറച്ചു. എന്നിട്ടതിൽ മനുഷ്യരക്തവും കുറച്ച് ലഹരിയുള്ള ചെടികളും ചേർത്ത് ഒരു പ്രത്യേക മിശ്രിതമുണ്ടാക്കി. രക്തദാഹിയായ ഹാഥോർ ഈ ചുവന്ന ദ്രാവകം കണ്ടപ്പോൾ അത് മനുഷ്യരക്തമാണെന്ന് തെറ്റിദ്ധരിച്ചു. അതെല്ലാം കുടിച്ചതോടെ ദേവിക്ക് നല്ലപോലെ മത്തായി. അതോടെ മനുഷ്യരെ കൊല്ലുന്ന കാര്യമൊക്കെ മറന്നുപോയി. അങ്ങനെ ചെറിയൊരു സൂത്രം കൊണ്ട് റാ മനുഷ്യവംശത്തെ ഒരു വലിയ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ഇനി നമ്മൾ പോകുന്നത് ഒരുപക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും കേട്ടു പരിചയമുള്ള ഈജിപ്ഷ്യൻ പുരാണത്തിലെ ഏറ്റവും പ്രശസ്തമായ കഥയിലേക്കാണ്. കൊലപാതകവും അടങ്ങാത്ത സ്നേഹവും അതിശയകരമായ പുനരുദ്ധാനവുമൊക്കെയുള്ള ഒരു ഇതിഹാസം, ആദ്യത്തെ മമ്മിയുടെ കഥ. പക്ഷേ ഈ കഥയ്ക്ക് ഒരു രസകരമായ പ്രത്യേകതയുണ്ട്. ഐസിസിന്റെയും ഓസിരീസിന്റെയും കഥ ഒരു കട്ട ഈജിപ്ഷ്യൻ കഥയാണെങ്കിലും അതിന്റെ ഏറ്റവും വിശദമായ രൂപം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഈജിപ്ഷ്യൻ ഗ്രന്ഥത്തിൽ നിന്നല്ല,
മറിച്ച് പ്ലൂട്ടാർക്ക് എന്നൊരു ഗ്രീക്ക് എഴുത്തുകാരൻ വഴിയാണ്. അത് ഈ കഥയെ കുറച്ചുകൂടി സവിശേഷമാക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ കഥയുടെ ചുരുക്കം ഇങ്ങനെയാണ്: നല്ലവനായ രാജാവ് ഓസിരിസിനെ അസൂയമൂത്ത സഹോദരൻ സേത്ത് ചതിച്ചു കൊല്ലുന്നു. പക്ഷേ ഓസിരിസിന്റെ ഭാര്യ ഐസിസ് തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ഭർത്താവിന്റെ ശരീരത്തിനായി ലോകം മുഴുവൻ അലഞ്ഞു. ഇതറിഞ്ഞ സേത്ത് ആ ശരീരം കണ്ടെത്തി 14 കഷണങ്ങളാക്കി ഈജിപ്തിന്റെ പല ഭാഗങ്ങളിലായി വലിച്ചെറിഞ്ഞു. എന്നിട്ടും ഐസിസ് പിന്മാറിയില്ല. ഓരോ കഷണവും അവർ തേടിപ്പിടിച്ച് കൂട്ടിച്ചേർത്ത് ലോകത്തിലെ ആദ്യത്തെ മമ്മിയുണ്ടാക്കി. ആ പ്രവൃത്തിയുടെ ശക്തികൊണ്ട് ഓസിരിസ് പുനർജനിച്ചു. പക്ഷേ ഭൂമിയിലല്ല, പാതാളത്തിന്റെ രാജാവായിട്ട്. ഈ ഒരു കഥ ഇത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ എത്രമാത്രം സ്വാധീനിച്ചുവെന്നറിയാമോ? ആ സംഭവത്തോടെയാണ് ഓസിരീസ് മരിച്ചവരുടെ ലോകത്തിന്റെ അധിപനും വിധികർത്താവുമായി മാറുന്നത്. ഐസിസ് ആകട്ടെ മാതൃത്വത്തിന്റെയും ഒരിക്കലും തോൽക്കാത്ത ഭാര്യയുടെ സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ പ്രതീകമായി മാറി. അപ്പോ നമ്മൾ 3 പ്രധാന കഥകൾ കണ്ടു. പക്ഷേ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കഥകളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്നത്? എന്താണ് ഈ പുരാണങ്ങളെ കാലാതീതമാക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. ഈ കഥകൾ സംസാരിക്കുന്നത് നമ്മളെക്കുറിച്ചാണ്. ഒരു ചിന്തയിൽ നിന്ന് പ്രപഞ്ചമുണ്ടാകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അത് സൃഷ്ടിയെക്കുറിച്ചാണ്. മനുഷ്യൻ ദൈവത്തോട് കലഹിക്കുമ്പോൾ അത് അധികാരത്തെയും നിയമലംഘനത്തെയും കുറിച്ചാണ്. ഓസിരിസിന്റെയും ഐസിസിന്റെയും കഥ സ്നേഹം, നഷ്ടം, പ്രതീക്ഷ എന്നിവയെക്കുറിച്ചാണ്. ഈ വികാരങ്ങളെല്ലാം ഇന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അല്ലേ? അപ്പോൾ ഞാൻ ഈയൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ബഡ്ജിനെപ്പോലുള്ള ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് മുന്നിലെത്തിച്ച ഈ പുരാതന കഥകൾക്ക് ഇന്നത്തെ നമ്മുടെ ലോകത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. പുരാണങ്ങളെന്ന് പറയുന്നത് വെറും കെട്ടുകഥകളല്ല. അതൊരു ജനതയുടെ, ഒരു സംസ്കാരത്തിന്റെ ആത്മാവ് വരച്ചുവെച്ച ചിത്രങ്ങളാണ്. പുരാതന ഈജിപ്തുകാരുടെ ഹൃദയമിടിപ്പ്, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പേടികൾ, പ്രതീക്ഷകൾ എല്ലാം ഈ ഇതിഹാസങ്ങൾക്കുള്ളിൽ ഇന്നും ജീവനോടെയുണ്ട്.